ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് മിക്സഡ് മോക്ക് ടെസ്റ്റ് തന്നെയാണ്. അതിൻ്റെ 12ാമത് പാർട്ടാണ്. ഓൾറെഡി നമ്മൾ 11 നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് LPUP മാരത്തോൺ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിനകത്ത് അത് കൊടുത്തിട്ടുണ്ട്. അത് പോയിട്ട് നോക്കുക. അപ്പോൾ ഇത് 12ാമത്തെ മിക്സഡ് മോക്ക് ടെസ്റ്റിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോഷ്യലിൻ്റെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ ചോദ്യങ്ങളാണ്. ഇവിടെ നമ്മുടെ സിലബസിനകത്ത് എടുത്തു പറയുന്ന കുറേയധികം മേഖലകളുണ്ട്. ആ മേഖലകളിൽ നിന്നൊക്കെ തന്നെയുള്ളതും അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. 10 ചോദ്യങ്ങളാണുള്ളത്, ഇൻക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് ചോദ്യങ്ങൾ അടക്കമുള്ള 10 ചോദ്യങ്ങളാണ്. എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം ക്വസ്റ്റ്യൻസ് എഴുതുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ മാർക്ക് നോക്കുന്ന സമയത്ത് മാർക്ക് നോക്കിയിട്ട് നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഏപ്രിൽ 15-നാണ് നമ്മുടെ പുതിയ ക്രാഷ് കോഴ്സ് 20ാമത് ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുള്ളത് LPUPക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ചുവടെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് മുന്നിൽ ഒന്ന് പഠിച്ചെത്തി ഏകദേശം ഒന്നായവർക്ക് റിവിഷൻ ചെയ്യാനായിട്ടാണെങ്കിലും ഈ ഒരു ബാച്ച് ഉപയോഗിക്കാം. എല്ലാ ദിവസവും എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് 3 മണിക്കൂർ ലൈവ് ക്ലാസ്സുകൾ തരുന്നുണ്ട്. സോ താല്പര്യമുള്ളവർ ചുവടെ കാണുന്ന നമ്പറിൽ വിളിക്കാം. ഒപ്പം തന്നെ നമ്മുടെ ഫ്രീ കോഴ്സ് തരുന്ന അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും തരുന്ന നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് ചുവടെ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും അതുപോലെ തന്നെ കമൻറ്റിനകത്ത് പിൻ ചെയ്തിടാം. അതുപോലെ തന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ പിൻ ചെയ്തിടാം. അതിനകത്തേക്ക് ജോയിൻ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നോക്കുക, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കുക, 4 പ്രസ്താവന രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്നത് കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തേത്. 2, ഡച്ച് ഗവർണറായ വാൻഡ്രീഡ് ആണ് ഈ ഗ്രന്ഥം രചിച്ചത് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം. 3, ഈ ഗ്രന്ഥത്തിന് അനുബന്ധമായി തയ്യാറാക്കിയതാണ് പ്രയോഗ സമുച്ചയം എന്ന് പറയുന്നുണ്ട്. 4, 1678-നും 1703-നും ഇടയിൽ ആംസ്റ്റർഡാമിൽ നിന്നാണ് ഈ ഗ്രന്ഥം പുറത്തിറക്കിയത് എന്ന് പറയുന്നുണ്ട്. അപ്പം 4 പ്രസ്താവനകൾ ഇവിടെ പറയുന്നുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം അല്ലെങ്കിൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ പറയുന്നുണ്ട് ഹോർത്തൂസ് മലബാറിക്കസ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. സോ ഇതെല്ലാം അതുമായി റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവനകളാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ABCD എന്ന് പറയുന്ന 4 ഓപ്ഷൻ ഉണ്ട്. അപ്പം എന്ത് ചെയ്യുക, ഉത്തരം തിരഞ്ഞെടുത്തോളൂ. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇതും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കുക, 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാത്കരിച്ചു. 1, അത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ നോക്കണം. അടുത്ത രണ്ടാമത്തേത് 1969 14 ബാങ്കുകൾ ദേശസാത്കരിച്ചു എന്ന് പറയുന്നുണ്ട്. അടുത്തത് മൂന്നാമത്തെ പ്രസ്താവന 1980 6 സ്വകാര്യ മേഖലാ ബാങ്കുകൾ ദേശസാത്കരിച്ചു എന്ന് പറയുന്നുണ്ട്. 3 പ്രസ്താവന പറയുന്നുണ്ട്. അതിനകത്ത് 1, 2 എന്നിവയാണോ ശരി, അല്ലെങ്കിൽ 2, 3 എന്നിവയാണോ ശരി, അല്ലെങ്കിൽ 1, 3 എന്നിവയാണോ ശരി, അല്ലെങ്കിൽ 1, 2, 3 എന്നിവയാണോ ശരി, ഏതാണെന്നുള്ളത് പ്രസ്താവന വായിച്ച് മനസ്സിലാക്കി അവ ശരിയാണോ ഇവിടെ ഓപ്ഷനിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് കണ്ടെത്തിക്കോളൂ. ഓക്കെ, അടുത്തത് മൂന്നാമത്തേത്. ഇന്ത്യയിൽ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരെല്ലാമാണ്? ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരെല്ലാമാണ്? ലോകസഭയും രാജ്യസഭയും ചേർന്നിട്ടാണോ? രാഷ്ട്രപതിയും ലോകസഭയും ചേർന്നിട്ടാണോ? രാഷ്ട്രപതിയും രാജ്യസഭയും ചേർന്നിട്ടാണോ? അതോ അല്ലെങ്കിൽ ലോകസഭയും രാജ്യസഭയും സംസ്ഥാന നിയമസഭകളും ചേർന്നിട്ടാണോ ഇന്ത്യയിൽ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് എഴുതുക. ഓക്കെ, എഴുതിയല്ലോ, അല്ലെങ്കിൽ സമയം വേണ്ട ഒരു പോസ് ചെയ്തോളൂ. അടുത്തേക്ക് പോകും. 4മത്തേത്. നിർദ്ദേശക തത്വങ്ങളിൽ പെടാത്തവ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഭരണഘടനയുടെ ഭാഗത്തു നിന്നാണ് നിർദ്ദേശക തത്വങ്ങളിൽ പെടാത്തവ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ നോക്ക്, ABCD എന്ന് പറയുന്ന 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത് മദ്യനിരോധനവും കുടിൽ വ്യവസായങ്ങളുടെ വികസനവും. ഓക്കെ, ആദ്യത്തേത്. രണ്ടാമത്തേത് ഏകീകൃത സിവിൽ കോഡും അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും. അടുത്തത് C, നിയമത്തിന് മുന്നിലുള്ള സമത്വവും വിവേചനങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും. അടുത്ത D, ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവും തുല്യ ജോലിക്ക് തുല്യ വേതനവും. അപ്പോൾ ഈ 4 പ്രസ്താവനകളിൽ 4 ഓപ്ഷനുകളിൽ നിർദ്ദേശക തത്വങ്ങളിൽ പെടാത്തവ ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക. അടുത്തത് 5മത്തേത്. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോവുക?
നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അരുവി അവസാനം വറ്റി വരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരമായിരിക്കും. ഓക്കെ, 1941 ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആരെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സ്കൂൾ പാഠപുസ്തകങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രസ്താവന ഒന്നുകൂടി ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ ആ കോട്ടിങ് ഇങ്ങനെയാണ്: വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോവുക? നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അരുവി അവസാനം വറ്റി വരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരമായിരിക്കും. 1941 ഇപ്രകാരം അഭിപ്രായപ്പെട്ടതാരാണ്? ജവഹർലാൽ നെഹ്റു, ഗാന്ധിജി, ഡോക്ടർ BR അംബേദ്കർ, രവീന്ദ്രനാഥ ടാഗോർ. ആരാണ് എന്നുള്ളത് എഴുതിക്കോളൂ. അടുത്തത് ആറാമത്തേത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ തന്നെയാണ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഒന്നാമത്തേത്: ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാലത്തെ വാസത്തിന് ശേഷം 1915 ജനുവരി 12 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. അടുത്ത 2: അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം എന്ന പുതിയൊരു സമരരീതി ഗാന്ധിജി രൂപപ്പെടുത്തി. 3: ആശയ പ്രചരണത്തിന് വേണ്ടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഗാന്ധിജി അദ്ദേഹം എന്ന് വെച്ചാൽ ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചു. പിന്നീട് 4: ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തതോടുകൂടി സ്വതന്ത്ര സമരത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിച്ചു. അപ്പോൾ ഇത് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് പറയുന്നത്. ഇതിനകത്ത് നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിയിട്ട് ക്വസ്റ്റ്യൻ വായിച്ചൊന്നുകൂടി മനസ്സിലാക്കിയിട്ട് എഴുതിക്കോളൂ. അടുത്ത ഏഴാമത്തേത്: ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ച വനിതകളിൽ ഉൾപ്പെടാത്തത് ആര് എന്നുള്ളതാണ്. നെൽസൺ ഗുപ്ത, ആനി ബസന്റ്, അരുണ ആസിഫ് അലി, സരോജിനി നായിഡു. നമ്മൾ INC ഒക്കെ നമ്മൾ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയും, അത് എഴുതിക്കോളൂ. നമ്മൾ അടുത്തതിലേക്ക് പോവാം. 8: ചുവടെ തന്നിട്ടുള്ളവയിൽ സാഹോദര്യത്തിനും സാമൂഹിക നീതിക്കും വേണ്ടി നിലകൊണ്ട നവോത്ഥാന നായകൻ ആരാണ്? അപ്പം ചുവടെ പറഞ്ഞിട്ടുള്ള ഈ നവോത്ഥാന നായകന്മാരിൽ നിന്നും എന്താണ് സാഹോദര്യത്തിനും സാമൂഹിക നീതിക്കും വേണ്ടി നിലകൊണ്ട നവോത്ഥാന നായകൻ ആരെന്നുള്ളതാണ്. 4 പേരുടെ പേര് ഇവിടെ പറയുന്നുണ്ട്. 1 അയ്യങ്കാളി, 2 തൈക്കാടയ്യ, 3 ചട്ടമ്പി സ്വാമികൾ, 4 വൈകുണ്ഠ സ്വാമികൾ. ഇവരിൽ ആരാണ് എന്നുള്ളത് എന്ത് ചെയ്യുക? ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇത് വന്നിട്ടുള്ളത്. അടുത്തത് 9: ചേരുംപടി ചെറുക്കാനാണ്. നോക്കുക, ഇവിടെ പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച്, ബ്രിട്ടീഷ് എന്ന് പറയുന്ന വിദേശ ശക്തികളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. പിന്നീട് നോക്കുക, കുളച്ചൽ യുദ്ധം, കുഞ്ഞാലിമരക്കാർ, ആറ്റിങ്ങൽ കലാപം, കർണാട്ടിക് യുദ്ധങ്ങൾ. ഓക്കെ, കുറേ യുദ്ധങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് മാച്ച് ചെയ്യാൻ പറയുമ്പോൾ കുളച്ചൽ യുദ്ധമിലെ ഏത് വിദേശികളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? കുഞ്ഞാലിമരക്കാർ അല്ലേ, അവർ ഏത് വിദേശികളുമായിട്ടാണ് യുദ്ധം ചെയ്തിരുന്നത്? അല്ലെങ്കിൽ ആറ്റിങ്ങൽ കലാപം ഏത് വിദേശ ശക്തിയുമായിട്ടായിരുന്നു അല്ലേ? അപ്പോൾ അതാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നോക്കുക ഏതാണെന്നുള്ളത് നോക്കിയിട്ട് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ എഴുതിക്കോളൂ. ഓക്കെ, അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 10: സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് ഏത് വകുപ്പ് ആരംഭിച്ച പോർട്ടലാണ് സമഗ്ര? ഓക്കെ, അപ്പോൾ ഈ പോർട്ടലിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല അറിവുണ്ടാവും. കൂടുതൽ ഞാൻ പറയുന്നില്ല. നോക്കുക, കായിക വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, സാമൂഹ്യനീതി വകുപ്പ്, സഹകരണ വകുപ്പ്. ഓക്കെ, ഏതാണ് എന്നുള്ളത് നോക്കിയിട്ട് എഴുതുക. ഓക്കെ, എഴുതിയല്ലോ. സോ 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 10 എണ്ണത്തിന് നിങ്ങൾ ആൻസർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്ത് പോവാം. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നോക്കുക, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ശരിയാണ് അല്ലേ? അപ്പോൾ ആ ഒരു പ്രസ്താവന ശരിയാണ്. നമ്മളോട് ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് എത്ര പ്രസ്താവനകൾ ശരിയാണെന്ന് നമുക്ക് നോക്കാം. ഡച്ച് ഗവർണറായിട്ടുള്ള വാൻ റീഡ് ആണ് ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. അതും ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നീട് ഈ ഗ്രന്ഥത്തിന് അനുബന്ധമായി തയ്യാറാക്കിയതാണ് പ്രയോഗ സമുച്ചയം എന്ന് പറയുന്നുണ്ട്. അത് ശരിയായിട്ടുള്ളൊരു കാര്യം അല്ല, അതവിടെ നിൽക്കട്ടെ. അടുത്തത് 1678-നും 1703 ഇടയിൽ ആംസ്റ്റർഡാമിൽ നിന്നാണ് ഈ ഗ്രന്ഥം പുറത്തേക്കത്. അതല്ലേ 1678-നും 1703 12 വാല്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു പ്രസ്താവനയും ശരി തന്നെയാണ്. 1, 2, 4 എന്നിവ ശരിയില്ലേ? 1, 2, 4 എന്നിവ ശരി എന്ന് പറയുന്ന എസ് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ ഈ 3 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഉത്തരം ഡി ആണ്. അടുത്തത് താഴേക്ക് തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇവിടെയും നമ്മളോട് പറഞ്ഞിട്ടുള്ള ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു? ദേശസാത്കരിച്ചു. ശരിയാണ്. പിന്നീട് 1969 14 ബാങ്കുകൾ ദേശസാത്കരിച്ചു എന്ന് പറയുന്നുണ്ട്. അതും ശരിയായിട്ടുള്ള കാര്യമാണ്. 1980 6 സ്വകാര്യ മേഖലാ ബാങ്കുകളിൽ 6 ബാങ്കുകൾ കൂടി ദേശസാത്കരിച്ചു. അതും ശരിയാണ്. അപ്പോൾ 1, 2, 3 എന്നിവ ശരിയെന്ന് പറയുന്ന
യെസ് 1, 2, 3 ഇവിടെയും ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ ശരി. അപ്പോൾ രണ്ടാമത്തേൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി. അടുത്തത് ഇന്ത്യയിൽ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരെല്ലാമാണ്? ലോകസഭയും രാജ്യസഭയും ചേർന്നിട്ട്. ലോകസഭയും രാജ്യസഭയും. ഓപ്ഷൻ എ തന്നെയാണ്, ലോകസഭയും രാജ്യസഭയും ചേർന്നിട്ട്. അപ്പോൾ മൂന്നാമത്തേൻ്റെ ഉത്തരം ഓപ്ഷൻ എ. അടുത്തത് നാലാമത്തെ ഉത്തരം നിർദ്ദേശക തത്വങ്ങളിൽ പെടാത്തവ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കുക, മദ്യനിരോധനവും കുടിൽ വ്യവസായങ്ങളുടെ വികസനവും അതൊക്കെ എന്താണ് ഈ പറയുന്ന നിർദ്ദേശക തത്വങ്ങളിൽ പെടുന്നതാണ്. ഏകീകൃത സിവിൽ കോഡും അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും നിർദ്ദേശക തത്വങ്ങളിൽ പെടുന്നതാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. നിയമത്തിന് മുന്നിലുള്ള സമത്വം, വിവേചനങ്ങളിൽ നിന്നുള്ള സംരക്ഷണം അത് മൗലിക അവകാശങ്ങളിൽ പെടുന്നതാണ് അല്ലേ. അപ്പോൾ ആ ഒരു നോക്കുക, നിയമത്തിന് മുന്നിലുള്ള സമത്വം അല്ലേ, അതേതാണ് നിയമത്തിന് മുന്നിലുള്ള സമത്വം എന്ന് പറയുന്നത് നമുക്ക് ആർട്ടിക്കിൾ 14 വരുന്നത്. പിന്നെ വിവേചനങ്ങളിൽ നിന്നുള്ള സംരക്ഷണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 15 വരുന്നത് അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന നിർദ്ദേശതത്വങ്ങളിൽ പെടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ശരി. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവും തുല്യ ജോലിക്ക് തുല്യവേതനവും എന്ത് തന്നെയാണ്? നിർദ്ദേശതത്വങ്ങളിൽ പെടുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, നിയമത്തിന് മുന്നിലുള്ള സമത്വം ആർട്ടിക്കിൾ 14, വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം ആർട്ടിക്കിൾ 15. ഓക്കെ, അത് ഏതിൽ വരില്ല? നിർദ്ദേശതത്വങ്ങളിൽ ഉൾപ്പെടില്ല. ഓക്കെ, അടുത്തത് അഞ്ചാമത്തേത് വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും എന്ന് പറയുന്ന ഒരു പ്രസ്താവന. ഇത് വായിച്ചല്ലോ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 1941 ഇപ്രകാരം അഭിപ്രായപ്പെട്ടതാരാണ്? അത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. അഞ്ചാമത്തേൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി. 6 ചുവടെ നൽകിയിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന അല്ലേ. ഇവിടെയും ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കുക, ദക്ഷിണാഫ്രിക്കയിൽ ദീർഘകാലത്തെ വാസത്തിന് ശേഷം 1915 ജനുവരി 12 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയതെന്ന് പറയുന്നുണ്ട്. ഈ ഒരു പ്രസ്താവന ഇവിടെ തെറ്റാണ്. കാരണം ഇവിടെ നോക്കുക, ജനുവരി 12 അല്ല, ജനുവരി 9 ആണ്. അപ്പോൾ 1915 ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസമായിട്ടൊക്കെ ആചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം എന്ന പുതിയൊരു രീതി ഗാന്ധിജി രൂപപ്പെടുത്തിയ ശരിയായ പ്രസ്താവനയാണ്. ആശയ പ്രചരണത്തിന് വേണ്ടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അദ്ദേഹം സബർമതി ആശ്രമം സ്ഥാപിച്ചു. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തോടുകൂടിയിട്ട് സ്വതന്ത്ര സമരത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിച്ചു. ശരിയാണ്. അപ്പോൾ 2, 3, 4 എന്നിവ ശരിയെന്ന് പറയുന്ന 2, 3, 4 2, 3, 4 എന്നിവ ശരി. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരി ഉത്തരം. 2, 3, 4 എന്നിവ ശരി. ഒന്നാമത്തേതിൻ്റെ എന്താണ്? ജനുവരി 12 അല്ല, ജനുവരി 9 ആണ്. അത് പിടിച്ചു വയ്ക്കുക. 7 ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ INC അധ്യക്ഷ സ്ഥാനം വഹിച്ച വനിതകളിൽ ഉൾപ്പെടാത്തതാര്? നെൽസൺ ഗുപ്ത അല്ലേ. നെൽസൺ ഗുപ്ത വിദേശ വനിതയാണ്. അതേയാണ്. ആനി ബസന്റ് ആയിരുന്നു. പിന്നീട് സരോജിനി നായിഡു ആയിരുന്നു. ഇവിടെ ഉൾപ്പെടാത്ത ഓപ്ഷൻ സി അരുണ ആസിഫ് അലി ആണല്ലേ. ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നൊക്കെ അറിയപ്പെടുന്നു അല്ലേ. അരുണ ആസിഫ് അലി. അവർ INC ആയിട്ടുള്ള ബന്ധമില്ല, മീൻസ് അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഏഴാമത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇനി അടുത്ത് ചുവടെ തന്നിട്ടുള്ളവയിൽ സാഹോദര്യത്തിനും സാമൂഹിക നീതിക്കും വേണ്ടി നിലകൊണ്ട നവോത്ഥാന നായകനാരാണ്? അത് വൈകുണ്ഠസ്വാമികളാണ്. അടുത്തത് 9 ചേരുംപടി ചെറുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കുക, പോർച്ചുഗീസുകാരല്ലേ. പോർച്ചുഗീസുകാർ ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ഡച്ചുകാരല്ലേ. നോക്കുക, നിങ്ങൾ ഒരു ABC ഇവിടെ നോക്കുകയാണെങ്കിൽ കുളച്ചൽ യുദ്ധം അല്ലേ. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണെന്ന് നമ്മൾ അറിയാം അല്ലേ. കുളച്ചൽ യുദ്ധം അല്ലേ. അപ്പോൾ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. അപ്പോൾ കുളച്ചൽ യുദ്ധം പോലെ ഡച്ചുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തേൻ്റെ ഉത്തരം എ ആണ്. നമുക്ക് ഇവിടെ 2A വരുന്ന എത്ര എണ്ണം ഉണ്ട്? നമ്മൾ അവിടെ നിന്ന് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ എ എന്ന് 2 അല്ല, 2A എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2A പറഞ്ഞ ഒരെണ്ണമാണുള്ളത് അല്ലേ. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ഉത്തരം കിട്ടി. നോക്കുക, ഒന്നാമത്തേത് പോർച്ചുഗീസുകാരല്ലേ. പോർച്ചുഗീസുകാർ കുഞ്ഞാലിമരക്കാരുമായിട്ട് ബന്ധപ്പെടും. 1B കറക്റ്റ് അല്ലേ. 1B ആണ്. 2A ആണ്. അടുത്ത 3 നോക്കൂ, ഫ്രഞ്ച് കർണാട്ടിക് യുദ്ധങ്ങളല്ലേ. അപ്പോൾ 3D എന്ന് വരും ഇവിടെ കണ്ടോ. ഇനി അടുത്ത 4 ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി. പോർച്ചുഗീസ് വന്നിട്ട് കുഞ്ഞാലിമരക്കാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അവർ തമ്മിലായിരുന്നു യുദ്ധം. അതുപോലെ ഡച്ചുകാർ കുളച്ചൽ യുദ്ധം അല്ലേ, ഡച്ചുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന യുദ്ധമാണ്. ഫ്രഞ്ച് കർണാട്ടിക് യുദ്ധങ്ങളല്ലേ, ഫ്രഞ്ചുമായി ബന്ധപ്പെട്ടതാണ്. പിന്നീടോ ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷുകാർക്ക് എതിരെയായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്കെന്താണ്? 9ാമത്തേൻ്റെ ഉത്തരം ബി ആണ്. കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ. ഏതെങ്കിലും ഒരെണ്ണം കിട്ടി നമുക്ക് കിട്ടും. സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന ഏത് വകുപ്പ് ആരംഭിച്ച പോർട്ടലാണ് സമഗ്ര? നിങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്ക് പാഠപുസ്തകങ്ങളൊക്കെ പഠിക്കാനായിട്ട് PDF ഡൗൺലോഡ് ചെയ്യുന്നത് എവിടെ പോയിട്ടാണ്? സമഗ്രയിൽ പോയിട്ടല്ലേ. അപ്പോൾ ഏത് വകുപ്പിൻ്റെയാണ് ആലോചിക്കാമല്ലോ അല്ലേ. വിദ്യാഭ്യാസ വകുപ്പ്. ഓപ്ഷൻ ബി ആണ്. 10ാമത്തേൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, വിദ്യാഭ്യാസ വകുപ്പ്. അപ്പോൾ 10 ചോദ്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. 10 എണ്ണത്തിൻ്റെയും എത്ര നോക്കിയിട്ട് മാർക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യുക? മാർക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ആരംഭിച്ചിട്ടുള്ള പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചൂടെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് ജോയിൻ ചെയ്യുക. ഒപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലോ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചൂടെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ പിൻ ചെയ്തിട്ടുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക. അടുത്തൊരു മോക്ക് ടെസ്റ്റുമായിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക്